കോഴിക്കോട് നഗരത്തിന് ഇപ്പോൾ സാഹിത്യത്തിന്റെ ഗന്ധമാണ്. യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ അക്ഷരോത്സവം എന്ന നിലയിൽ 2026-ലെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLF ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. അറബിക്കടലിലെ തിരമാലകൾക്കൊപ്പം അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും തിരതല്ലിയ ആ 4 നാളുകളിലൂടെ ഒരു യാത്ര പോകാം. ജനുവരിയുടെ തണുപ്പുള്ള പ്രഭാതത്തിൽ കോഴിക്കോട് ബീച്ചിലെ മണൽപ്പരപ്പിൽ ഉയർന്നുപൊങ്ങിയ 6 വേദികളിലായിരുന്നു ലോകം ഉറ്റുനോക്കിയ ചർച്ചകൾ നടന്നത്. ഇത്തവണത്തെ മേളയുടെ ഏറ്റവും വലിയ ആകർഷണം നാസയുടെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെ സാന്നിധ്യമായിരുന്നു. മണ്ണിലെ കഥകൾ കേൾക്കാൻ വിണ്ണിൽ നിന്നെത്തിയ അതിഥിയെ കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. സയൻസും സാഹിത്യവും എങ്ങനെ കൈകോർക്കുന്നുവെന്ന് ആ ഉദ്ഘാടന വേദി നമുക്ക് കാണിച്ചു തന്നു. ഇത്തവണത്തെ അതിഥി രാജ്യം ജർമ്മനി ആയിരുന്നു. ബീച്ചിലെ ജർമ്മൻ പവിലിയൻ ഒരു കൊച്ചു യൂറോപ്പിന് തന്നെ അവിടെ പുനഃസൃഷ്ടിച്ചു. ജർമ്മൻ ഭക്ഷണങ്ങളും സംഗീതവും പുസ്തകങ്ങളും മലബാറിന്റെ മണ്ണിൽ പുതിയൊരു അനുഭവം സമ്മാനിച്ചു. നോബൽ ജേതാക്കളായ അബ്ദുൾ റസാഖ് ഗുർണയും അഭിജിത് ബാനർജിയും മുതൽ നമ്മുടെ പ്രിയപ്പെട്ട ശശി തരൂരും പ്രകാശ് രാജും വരെ വിവിധ വേദികളിൽ ആശയങ്ങൾ പങ്കുവച്ചു. രാഷ്ട്രീയം, പരിസ്ഥിതി, സിനിമ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി വർത്തമാനകാലം ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അവിടെ അലയടിച്ചു. പകൽ മുഴുവൻ ഗൗരവകരമായ ചർച്ചകളാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതോടെ കോഴിക്കോട് ബീച്ച് മറ്റൊരു ലോകമാകും. കടപ്പുറത്തെ ഉപ്പുകാറ്റിൽ അലിഞ്ഞുചേർന്ന സംഗീത നിശകളും നാടൻ കലാരൂപങ്ങളും സന്ദർശകരെ ആവേശം കൊള്ളിച്ചു. ജർമ്മൻ കലാകാരൻ ഫിലിപ്പ് ഗീസ്റ്റ് ലൈറ്റ് ഹൌസിൽ ഒരുക്കിയ ലൈറ്റ് ഇൻസ്റ്റലേഷൻ രാത്രികാലത്തെ പ്രധാന കാഴ്ചയായിരുന്നു. ഇതിനെല്ലാം പുറമെ കോഴിക്കോടിന്റെ തനതായ സുലൈമാനിയും ഉന്നക്കായയും കല്ലുമ്മക്കായയും ആസ്വദിച്ചുകൊണ്ട് പുസ്തകങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഏകദേശം 5 കോടിയോളം രൂപയുടെ പുസ്തകങ്ങളാണ് ഈ 4 ദിവസത്തിനുള്ളിൽ വായനക്കാർ സ്വന്തമാക്കിയത്. ഇത് മലയാളിയുടെ വായനാശീലം ഇന്നും സജീവമാണെന്ന് തെളിയിക്കുന്നു. ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾ വന്നുപോയ ഈ മഹാമേള കോഴിക്കോടിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ പുതിയൊരു അധ്യായം കൂടി എഴുതിച്ചേർത്തു. അറിവും ആവേശവും നിറഞ്ഞുനിന്ന ആ 4 ദിനങ്ങൾക്ക് വിട നൽകി മടങ്ങുമ്പോൾ അടുത്ത വർഷം 2027 ജനുവരി 21-24 ഇതിലും വലിയൊരു ആഘോഷത്തിനായി കാത്തിരിക്കാം എന്ന ഉറപ്പാണ് ഓരോ വായനക്കാരനും നൽകുന്നത്.